ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഗംഭീരമായിട്ടൊന്ന് പൊളിച്ചു അല്ലേ? കൃത്യമായിട്ട് നമുക്കൊരു എൻട്രി കിട്ടി. നമ്മളവിടെ എൻട്രി എടുത്തു, പരിപാടി അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു രാവിലെ 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് അന്നത്തെ ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൻ്റെ ചുവട്ടി കുത്തിയിരിക്കരുത് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നും അത് ആവർത്തിച്ചു. അതനുസരിച്ചവർക്ക് അവർക്ക് കിട്ടിയ പൈസ അവരുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. അല്ലാതെ ആടിക്കളിച്ചവർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കളിച്ചവർക്ക് ആ കാശ് പോയി എന്നാണ് ഇന്നത്തെ പോള് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ഇന്നലത്തെ പോള് അടിപൊളിയായിരുന്നു, നല്ലപോലെ എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം ഒരു 60% ആൾക്കാർക്ക് പ്രോഫിറ്റും 40% ആൾക്കാർക്ക് നഷ്ടമാണ്. ഞാൻ ഇപ്പോൾ നോക്കട്ടെ എന്താ സംഭവം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നിങ്ങളുടെ പോൾ എന്തുവാ നോക്കട്ടെ. 74-52, വളരെ മോശം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞൊന്നും പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രേഡ് ചെയ്യരുത്, അവിടെ റിസ്ക് ആണ്, ട്രേഡ് ചെയ്യരുത്, ഡേഞ്ചർ ഏരിയ ആണ് എന്നൊക്കെ കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ വരച്ചും പറഞ്ഞും വോയിസ് ഇട്ടും ചാർട്ട് ഇട്ടും എല്ലാം കാണിച്ചിട്ടും നിങ്ങൾ പിന്നെ ശങ്കരൻ അഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ ഇല്ലേ? അപ്പം ഞാൻ എന്നും സംസാരിക്കുമ്പം എന്തെങ്കിലും ഒരു ടിപ്പ് അല്ലെ എന്തെങ്കിലും ഒരു പ്രയോജനം ട്രേഡിങ്ങിന് നിങ്ങൾക്ക് സഹായിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് ഞാൻ എന്നും പറയാറുണ്ട്. അപ്പം ഇന്നത്തേനകത്തിൽ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ വഴിയെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് പിന്നെ മിഡ് ക്യാപ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോയേക്കാം. മിഡ് ക്യാപ്പ് നമ്മൾ ഇന്നലെ വരച്ച വരയുടെ അവിടെ തന്നെ ഏകദേശം വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു പോയി. ഓക്കെ ഇല്ലേ? ഇവിടെ വന്ന് ഏകദേശം ഈ റേഞ്ച് വന്ന ശേഷം നേരെ തിരിച്ചു പോയി. നമുക്കിവിടെ ട്രേഡ് എന്ന് പറയാനുണ്ട്. കാരണം ഇവിടെ ഇതൊരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്കൊരു കറക്റ്റ് അത് നോക്കിക്കേ. ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്, നിങ്ങൾ നോക്കിക്കേ. നമ്മൾ ഇന്നലെ വരച്ചത്, ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ വരച്ചത് നോക്കി, ഇന്നലെ വരച്ച സപ്പോർട്ട് ലൈനാണ് ഇതില്ലേ. ഞാൻ ഒറ്റ ആരെ ഞാൻ പറഞ്ഞു ഇതിന് താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്, അതുകൊണ്ട് ഒറ്റ ആരെ ഞാൻ നിർത്തുവാന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇല്ലേ? അതിനുശേഷം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഇവിടുന്ന് നമ്മുടെ ലൈനും പൊട്ടിച്ച് നേരെ താഴോട്ട് വന്നു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. പ്രൈസ് ആക്ഷനാണ് ഞാനീ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ അത് പൊട്ടിച്ച് നേരെ സാധനം താഴോട്ട് വന്നതിന് ശേഷം ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്തുവാ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ കുറേ നേരം സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം താഴെ പോയിട്ട് വീണ്ടും തിരിച്ച് കയറി 2-3 ഡോജി വന്നു. ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ഇതൊരു എൻഗൾഫിംഗ് ആണ്. നോക്കിക്കേ, നിങ്ങളിവിടെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസ് കാണുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതെന്തുവാണ്? ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ് ഇവിടെ അല്ലേ? ബുള്ളിഷ് എൻഗൾഫ് ചെയ്തു. അടുത്ത വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു. അപ്പോൾ ഇത് നമുക്ക് പോട്ടെ, നമുക്ക് സപ്പോർട്ട് നമ്മുടെ സപ്പോർട്ട് ഇതാ ഇല്ലേ? നമ്മുടെ റെസൻസ് അതാ. അപ്പോൾ നമുക്ക് അവിടെ വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നോക്കി ഇവിടെ പ്രൈസ് ആക്ഷൻ നോക്കിക്കേ. ഫസ്റ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തില്ല ഇല്ലേ? നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആയില്ല. കാരണം എന്താ? 50-50, അപ്പുറം പകുതി ഇപ്പുറം പകുതിയാണ്. അതിനുശേഷം ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്, 75-80% ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ ഇല്ലേ? ബോഡിക്ക് എന്ത് വേണം? 80%, 80% നമുക്ക് എന്ത് ചെയ്യണം? ബോഡി വേണം. എന്നൊരാൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ക്യാൻഡിൽ കണ്ടിട്ട് പറഞ്ഞ് ബോഡി ഉണ്ടല്ലോ, 80% ബോഡി ഉണ്ടല്ലോ, കയറാൻ പറ്റും. നോ, അങ്ങനെയല്ല. വിക്ക് ഉൾപ്പെടെ കണക്ക് കൂട്ടണം. വിക്ക് ഉൾപ്പെടെ കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബോഡി ഇതൊരിക്കലും 80%, 50% അല്ല. നിങ്ങൾ നോക്കി, ഇതിപ്പം ഒരു ക്യാൻഡിലാണ്. അതായത് നോക്കിയെങ്കിൽ ഇത്രയൊക്കെ വിക്കാണെങ്കിലും ഓക്കെ, 10% മുകളിൽ 10% താഴെ വിക്കുണ്ട കുഴപ്പമില്ല. ഇതൊരു ഫുൾ ബോഡി ക്യാൻഡിലാണ്, മനസ്സിലായി? അങ്ങനെ വേണം നമുക്ക് ഫുൾ ബോഡി കിട്ടാൻ. അങ്ങനെ ഒരു ക്യാൻഡിൽ ഇവിടെ കിട്ടി. ഇതാ നോക്കിക്കേ, ഇത് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. സെക്കൻഡ് ക്യാൻഡിൽ നോക്കിക്കേ, നല്ല ഒരു 80-90% എന്ത് ചെയ്യാൻ ഇവിടെ ഫുൾ ബോഡി ക്യാൻഡിലുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു എൻട്രി ഓക്കെ ആകുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇത് ഇല്ലേ? ഇവിടെയോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ്, ഒരു 5 പോയിൻ്റ് അല്ലെ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് വിടാം, ഇവിടുന്ന് ട്രേഡ് എടുക്കാം. നോക്കിയേ, ഇവിടുന്ന് ട്രേഡ് കിട്ടി നമുക്ക് ഈ ഇവിടം വരെ നമുക്ക് കിട്ടാം. നിങ്ങൾക്ക് ന്യായം എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ശരിയല്ലേ? കറക്റ്റ് അല്ലേ ഞാനീ പറഞ്ഞത്? വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പ്രൈസ് ആക്ഷൻ പറഞ്ഞു തന്നു. ഓക്കെ, അപ്പം ഇതാണ് പിന്നെ മിഡ് ക്യാപ്പിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത്. ഞാൻ ഒത്തിരി അങ്ങ് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റ് മനസ്സിലായല്ലോ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ഒരു ചാർട്ടിനകത്ത് ഇങ്ങനെ ട്രേഡ് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇത് അറിയാൻ വയ്യാത്തവർ, ഞാൻ ഓൾറെഡി ഇത് പുതുതായിട്ട് വന്നവരും പുതുതായിട്ട് കാണുന്നവർക്കും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാർട്ടിനകത്തിൽ എങ്ങനെ ട്രേഡ് എടുക്കാം. ഓക്കെ, ഞാനിതിൻ്റെ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഓക്കെ, ചാർട്ടിനകത്തിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി കണ്ട് പഠിക്കുക. ഓക്കെ,
എന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതോടുകൂടെ ഇത് പരിപാടി കഴിഞ്ഞു. ഞാനത് ഇനി ഒന്ന് നാളത്തെ ലെവലുകളോട് ഒന്ന് വരച്ചേക്കാം. അപ്പോൾ നാളത്തെ ലെവലുകൾ മാർക്കറ്റ് എന്താണ്, ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. സെക്കൻഡ്, ഓക്കെ, മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി 11,918, ഓക്കെ, ഈ റേഞ്ചിൽ തന്നെ ക്ലോസ് ചെയ്തേക്കാം. അപ്പം നമുക്ക് നാളെ മാർക്കറ്റ് എവിടെ ആണ്? മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് റെഡി. അപ്പോൾ നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യാം. ഈ പോയിന്റ് നമുക്ക് നേരെ താഴോട്ട് കൊണ്ടുവന്ന് ഇവിടെ കറക്റ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ചെയ്യാം, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ട്രേഡ് ഇല്ല, ഇത് വേണ്ട കേട്ടോ. 11,753 11,950 ഈ ഏകദേശം 200 പോയിൻറ്റിൻ്റെ ഗ്യാപ്പാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് പ്രശ്നമാണ്. അപ്പോൾ അതിന് ചെറിയൊരു സംഭവം നമുക്കുണ്ട്. അതായത് ഇതൊക്കെ ഓക്കെ, ഇതിനകത്ത് നമുക്ക് ട്രേഡ് വേണ്ട. ഓക്കെ, ഇതിനകത്ത് അപ്പോൾ ഇത് നമുക്ക് ഗ്രീൻ ആക്കാം. ഓക്കെ, ഇത് രണ്ടും ബ്ലൂ ലൈനാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കി വേണം നമുക്ക് ട്രേഡ് എടുക്കാൻ. ഓക്കെ, അപ്പം കാര്യം മനസ്സിലായല്ലോ. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് വരയ്ക്കാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് പറഞ്ഞ് വെറുതെ നിങ്ങളുടെ സമയം കൊല്ലുന്നില്ല ഞാൻ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇല്ല, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇനി ഇത് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഫോള് കിട്ടും. നമുക്കൊരു 45 മിനിറ്റ്സിലോട്ടൊന്ന് മാറ്റി നോക്കാം. താഴെ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം. ഒരു സപ്പോർട്ടും കാണുന്നില്ല അല്ലേ? അപ്പം 4 hours നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ടെല്ലാം കിട്ടും. നോക്കട്ടെ, ഞാനെല്ലാം നിങ്ങളുടെ ലൈവ് മാർക്കറ്റിൽ വരയ്ക്കും. ഞാൻ നേരത്തെ വരച്ചൊന്നും വെക്കുന്നില്ല, നിങ്ങൾ നോക്കിക്കൂ, ഞാൻ എങ്ങും വരച്ച് വെക്കുന്നില്ല. ഓക്കെ, നമുക്കിവിടെ ഒരു സപ്പോർട്ടെന്ന് പറയാനുള്ളത്, അടുത്ത സപ്പോർട്ട് നോക്കട്ടെ. ഇവിടെ ഒരു 4 hour ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്കൊരു 2 hour മാറ്റി നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് കിട്ടും. ഇത് നമുക്കൊരു ഇവനെ നമുക്കൊരു സംഭവമായിട്ട് മാറ്റാം. ഇത് ഇവിടെ കാരണം നോക്കിക്കേ, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഓക്കെ, ഇതൊരു സപ്പോർട്ട്. നെക്സ്റ്റ് സപ്പോർട്ട് ഇതായിരിക്കും. ഇതായിരിക്കും നെക്സ്റ്റ് സപ്പോർട്ട്. കാണിപ്പിച്ചിട്ടേക്കാം. ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ നമുക്ക് ഒരെണ്ണം കൂടെ. പിന്നെ നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിലോട്ട് പോവാം. പിന്നെ സപ്പോർട്ടിൻ്റെ കുറവ് കൊണ്ട് പ്രശ്നമാവണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടുന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ഒരു ഭീകരമായിട്ടുള്ളൊരു ഫോളായിരിക്കും ഇവിടുന്ന് കിട്ടുന്നത് അല്ലേ? അവിടെ കിടന്നോട്ടെ, പിന്നെ നമുക്ക് അന്നേരം നമുക്ക് നോക്കാം എന്താ വേണമെന്നുള്ളത്. ഇപ്പം നമുക്ക് സമയമില്ല. 11,750 പൊട്ടിയാൽ പിന്നെ 11,500. ഇതിനിടയ്ക്ക് വല്ല സപ്പോർട്ട് വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് വരച്ചിട്ടേക്കാം കേട്ടോ. സമയം പോകുന്നതാണ്. മിഡ് ക്യാപ്പിന് ആർക്കും താല്പര്യമില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങ് വിടുന്നത് അതിനെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കി വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. ബാക്കി എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഞാനത് പറയുന്നൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരു സൈക്കോളജി പറയാനുണ്ട്. അതിനുവേണ്ടി എനിക്ക് ഇങ്ങനെ റഷ് ആകുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം ഇവിടെ കിടപ്പുണ്ടേ. ഓക്കെ, അത്രയും കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. മിഡ് ക്യാപ്പിൻ്റെ ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ടോ ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. 11,753 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 11,514 നമുക്ക് പിന്നെ അടുത്ത ഒരു സപ്പോർട്ടെന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റി. ഇന്നത്തെ എൻ്റെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടായിരുന്നോ? എന്താ ക്യാപ്ഷൻ ഈ പറഞ്ഞിരിക്കുന്നത്? ബുദ്ധിയും യുക്തിയും. ഇന്നൊരു സൈക്കോളജി ഞാൻ പറയുമ്പോൾ ഇന്ന് നിങ്ങളോട് ഞാൻ ഇന്ന് നിങ്ങളെ ഇന്നലെ വളരെ ക്ലിയറായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. എന്താണോ ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. നിങ്ങൾ ഇന്നലത്തെ എൻ്റെ പ്രീ മാർക്കറ്റ് കാണാത്തവർ നിങ്ങളൊന്ന് പോയി കാണുക ദയവ് ചെയ്ത് പ്ലീസ്. കണ്ടിട്ട് നിങ്ങൾ വന്നിട്ട് ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്തുവാണോ പറഞ്ഞത്, മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ഇന്നലെ നിങ്ങളോട് താഴോട്ട് വരച്ചപ്പോൾ നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. ഇത് ചുമ്മാതെ കണ്ണും പൂട്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടി വരയ്ക്കുകയോ അല്ല. നമ്മളിത് ശരിക്കും പഠിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പഠിക്കുന്നില്ല. നിരന്തരമായി നമ്മൾ ചാർട്ടിനകത്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഞാൻ താഴോട്ട് വരച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് വളരെ ഡേഞ്ചറസ് സോണാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ഇത് ഭയങ്കര ഡേഞ്ചറസ് സോണാണ്, ഇവിടെ എന്ത് വേണമെങ്കിലും നടക്കാം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. 23,000 നമുക്ക്
കറക്റ്റ് സപ്പോർട്ട്, കട്ട സപ്പോർട്ടാണ്. ഇത് പൊട്ടാൻ ഭയങ്കര പണിയാണ്. പൊട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ടു മാക്സിമം ഇവിടെ വന്നാലും മാർക്കറ്റ് തിരിച്ചു കയറും. ഇത് ഭയങ്കര ഡേഞ്ചറസ് സോണാണ്. മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും തിരിയും എന്നൊക്കെ ഞാൻ ഇന്നലെ ഘോര നിങ്ങളോട് പ്രസംഗിച്ചു. എന്നിട്ടും നിങ്ങൾ ഇവിടെ ഇത്രയും ലോസ് എങ്ങനെ വന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. നിങ്ങൾക്ക് എവിടെ തെറ്റ് പറ്റി നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നമുക്കൊന്ന് നോക്കാം എന്താ സംഭവിച്ചത്. എന്നിട്ട് ശേഷം ഞാൻ സൈക്കോളജി പറയാം. ഓക്കെ, മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തേ? മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത്. ഓക്കെ, ഒരു 80 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പിലായിരുന്നു മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. എവിടെ 22, ഇവിടെ 22 ഇതല്ലേ, ഇതാ 22 ഇവിടെ. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. നിങ്ങൾ നോക്കിക്കേ, വലുതാക്കാം. ഇതങ്ങ് ക്ലോസ് ചെയ്യാം, കുറച്ചുകൂടെ വലുതാക്കി കാണാം. ഓക്കെ, ഇന്നത്തെ സംഭവമാണ് ഈ കാണുന്നത്. ഇന്നത്തെയാണ് ചാർട്ടാണ് ഈ കാണുന്നത്. 22 മുതൽ 23 വരെ ചാർട്ട് നിങ്ങൾ ഇതാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്നത്തെ ഓരോന്നും നമുക്ക് അവലോകനം ചെയ്ത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ട് പോയിക്കുക, എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, നമ്മൾക്ക് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു ഇല്ലേ. ഓക്കെ, നമ്മൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ മാർക്കറ്റ് ഒരു 70-80 പോയിൻറ്റിന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് താഴോട്ട് വന്നെങ്കിൽ നേരെ മാർക്കറ്റ് തിരിച്ചു കയറി ഇല്ലേ. നിങ്ങളിവിടെ നോക്കിക്കേ, മാർക്കറ്റ് ഇവിടം വരെ റെഡ് ക്യാൻഡിൽ വന്നു. വന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു കയറി. ഞാൻ എൻ്റെ പ്രീമിയം ഇത് തീർന്നു പോയി, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ റീപ്ലൈ ഇട്ട് കാണിക്കായിരുന്നു. ഞാൻ അടുത്ത ദിവസങ്ങളിൽ അത് റിന്യൂ ചെയ്യുന്നുണ്ട്. ഞാനത് റിന്യൂ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞപ്പം അത് ഓഫർ വന്നപ്പം എൻ്റെ ക്രെഡിറ്റ് കാർഡ് എക്സ്പയർ ആയിപ്പോയി. ക്രെഡിറ്റ് കാർഡ് റെഡിയായി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഓഫർ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഓഫർ വരും അടുത്ത ദിവസങ്ങളിൽ അടുത്ത ഓഫർ വരുമ്പോൾ ഞാനത് നമ്മുടെ ട്രേഡിംഗ് വ്യൂ ചെയ്തിട്ട് അതിൻ്റെ പ്രീമിയം വെർഷൻ എടുത്തിട്ട് ഞാൻ നിങ്ങളെ അതിൻ്റെ റീപ്ലൈ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, അടുത്ത വീഡിയോകളിലൊക്കെ ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റ് തിരിച്ചു വന്നു ഇവിടെ കയറി സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ നേരെ തിരിച്ചു പോയി, നേരെ തിരിച്ച് താഴെ വന്നതിന് ശേഷം വീണ്ടും മോളിൽ പോയി മുട്ടി ഇല്ലേ. ഇവിടുന്ന് റിജക്ഷൻ വന്ന ശേഷം വീണ്ടും ഇവിടെ വന്നു. വീണ്ടും നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി ഇല്ലേ. ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടി, അതിന് മേളിൽ ഗ്രീൻ ക്യാൻഡിൽ. പക്ഷേ ആ ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ ഇവിടുത്തെ റിജക്ഷനാണ്. ഈ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഹൈ ഇതാ ഈ വരയായി കാണുന്നത്. അന്നേരം ഞാൻ വരച്ചിട്ട് വരയാണ്. ഈ ഹൈ വളരെ ചെറിയ എസ് അല്ല. നിങ്ങൾ നോക്കിക്കേ, ഒരു 10 പോയിൻറ്റ് മാക്സിമം. ഇങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്, മനസ്സിലായോ? നമുക്ക് നഷ്ടം വന്നാൽ നമ്മുടെ നഷ്ടം എന്താണ്? ലിമിറ്റഡ് ആണ് നമ്മുടെ നഷ്ടം ഇല്ലേ. വെരി ഫ്യൂ പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് പോകുന്ന ഒരു 5 പോയിൻറ്റിൻ്റെ പ്രീമിയം, അല്ലെ മാക്സിമം 10 പോയിൻറ്റിൻ്റെ പ്രീമിയം മാത്രമേ നമുക്കിവിടെ ലോസ് ഉള്ളൂ. അതാണ് ഇങ്ങനെയുള്ള നമ്മൾ ആ ട്രേഡ് കണ്ടുവച്ച് എൻട്രി എടുക്കുന്നതിൻ്റെ ഗുണം അതാണ്, മനസ്സിലായി. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുത്തെ ഇന്നത്തെ ഹൈ SL ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു PE ട്രൈ ചെയ്യാമെന്ന് ഞാൻ കറക്റ്റായിട്ട് വാട്സപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ പോയി നോക്കിക്കോ. കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടുത്തെ എൻട്രി എടുത്തവർക്ക് സുഖമായിട്ട് ഇവിടം വരെ ഈ ബോക്സ് ഞാൻ വരച്ചിട്ടതാണ്. ബോക്സിൻ്റെ ഇവിടം വരെ നിങ്ങൾക്ക് കിട്ടി. എത്ര പേർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നിങ്ങളിതെടുത്തു. ഏകദേശം ഒരു 25-30 പോയിൻറ്റ് പ്രീമിയം ഈ ഒരു ഒറ്റ ക്യാൻഡിൽ തന്നെ ഏകദേശം 25 പോയിൻറ്റ് നിങ്ങൾക്ക് കിട്ടിക്കാണും. 25 പോയിൻറ്റ് പ്രീമിയം കിട്ടിക്കാണും ഈ ഒറ്റ ക്യാൻഡിലിൽ. മനസ്സിലായോ പറഞ്ഞേ? അതിനുശേഷം നമ്മൾ അവിടുന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നെക്സ്റ്റ് നമുക്കിനി അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു? നേരെ തിരിച്ച് മോളിൽ പോയി ഇവിടെ വന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു ഹൈ ഇട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാം. ഇവിടെ നോക്കിക്കേ, അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് റിജക്ഷൻ വന്ന് നമ്മുടെ ബോക്സിനകത്ത് കയറി. അപ്പോഴും നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട്? ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തിനാണ്? ഈ ഹൈ ഇവിടെ നിങ്ങൾക്ക് എൻട്രി ആയത്. നമുക്കിവിടെ ഒരു എൻട്രി പോയിന്റ് ആയത്. കാരണം എന്താ? നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. ഇവിടുന്ന് മാർക്കറ്റിന് തിരിച്ച് മേലോട്ട് പോയാലും, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയാലും നമ്മുടെ SL ഇവിടെ ഹിറ്റാവും. ഇവിടെ വെറും 10 പോയിൻ്റേ ഉള്ളൂ നമ്മുടെ SL. അതാണ് ഈ ട്രേഡിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറഞ്ഞ ഇതാണ്. ഈ എൻട്രി പോയിന്റിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ SL വളരെ കുറവാണ്. നമുക്ക് അതാണ് വേണ്ടത്. കാരണം നമ്മുടെ നഷ്ടം പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മുടെ നഷ്ടത്തെ പരിമിതപ്പെടുത്തുക. ലാഭം വന്നോളും തന്നെ. ഇന്നലെ ഒരാൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തോട്ടെ, നിങ്ങൾ റിസ്ക് എടുത്തെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് കിട്ടത്തുള്ളൂ, നിങ്ങൾ അല്ലാതെ നഷ്ടം മാത്രം ലിമിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. വെറുതെയാണ്. ആ പുള്ളി ഞാൻ മനഃപൂർവ്വം തിരിച്ചതിന് റിപ്ലൈ ചെയ്യായിരുന്നു. കാരണം റിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ അത് വിവാദമാകും, പിന്നെ സംസാരങ്ങൾ ഒത്തിരിയാകും, പിന്നെ അത് വളരെ മോശമായ രീതിയിലോട്ട് പോകും. അതുകൊണ്ട് ഞാൻ ആ പുള്ളിക്ക് റിപ്ലൈ ഒന്നും ചെയ്തില്ല.
നോ, നിങ്ങൾ ആ രീതികളെ തെറ്റാ. നിങ്ങളുടെ നഷ്ടം നിങ്ങൾ പരിമിതപ്പെടുത്താൻ ശ്രമിച്ചാൽ ലാഭം തന്നെ വരും. നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിന് എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം എക്സാമ്പിൾ എങ്ങനെ സംഭവിക്കും. ഇവിടെ നഷ്ടം പരിമിതപ്പെടുത്തിയ ലാഭം തന്നെ വരുന്നുള്ളതിന് കാര്യം എന്താ? ഞാനിവിടെ ഒരു എൻട്രി പോയിന്റ് പറഞ്ഞു. ഇവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു എൻട്രി പോയിന്റ്. നിങ്ങൾ ഇവിടുന്ന് പോയി റിജക്ഷൻ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ SL ഇട്ടിട്ട് അടുത്ത ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ തീരുമ്പോൾ അടുത്ത ക്യാൻഡിലായത്. ഈ ക്യാൻഡിൽ നിങ്ങൾ കയറിയില്ലേ? അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ നിങ്ങളുടെ നഷ്ടം ലിമിറ്റഡാണ്. 10 പോയിന്റേ ഉള്ളൂ നിങ്ങളുടെ നഷ്ടം. ശരിയല്ലേ? അത് അടിച്ചു 10 പോയിന്റ് പോട്ടെ. 750 രൂപ, 75 750 രൂപ പോയി, കഴിഞ്ഞു. അത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾ ഇവിടെ പോയിട്ട് എടുക്കുവാണെങ്കിലോ ഇത്രയും വരെ നിങ്ങൾ കാത്തിരിക്കണ്ടേ? ഒരു 2000 രൂപയെങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. ശരിയല്ലേ പറഞ്ഞേ? അപ്പോൾ നമുക്ക് അതാ പറഞ്ഞത്, നമ്മുടെ നഷ്ടം നമ്മൾ പരിമിതപ്പെടുത്തി നമുക്ക് ലാഭം കിട്ടിയപ്പോൾ ഈ ഒറ്റ ക്യാൻഡിലെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡിലെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 15 പോയിന്റ് കിട്ടും. ഇല്ലേ? ഇപ്പോൾ നിങ്ങൾ 15 പോയിന്റ് ഇറങ്ങി, അടുത്ത ക്യാൻഡിൽ വീണു, അടുത്ത റെഡ് ക്യാൻഡിലും വീണു. ഈ റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എടുത്ത പ്രൈസ്, നിങ്ങളുടെ ബൈ പ്രൈസ് കൊണ്ട് നിങ്ങൾ SL വെക്കും. ഇവിടെ SL ബൈ പ്രൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. മാർക്കറ്റ് ഏതെങ്കിലും വഴിക്ക് പൊക്കോട്ടെ. പിന്നെ മിടുക്കന്മാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? താത്ത് കൊണ്ടുവരണം. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാതെ പൊട്ടൻ്റെ മാവേലേറ് പോലെ ചുവപ്പ് കണ്ട പിയും ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സി എടുത്തിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ 1-2 ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ആകുമായിരിക്കും. പക്ഷേങ്കിൽ പിന്നത്തേതിലാണെന്നുണ്ടെങ്കിൽ പോക്കറ്റ് ഇരിക്കുന്നത് കുടുംബം കൂടി എഴുതി വെക്കേണ്ടി വരും ചിലപ്പോൾ. നിങ്ങൾ മനസ്സിലായോ? നിങ്ങളൊക്കെ ഇത്ര നാൾ ചെയ്തത് ഇങ്ങനെ ആയിരിക്കും ചെയ്തത്. ഞാൻ ഈ പറയുന്ന അതൊന്നും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. പക്ഷേ ഇങ്ങനൊന്നും നിങ്ങൾ ആരും പഠിപ്പിക്കത്തില്ല. ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും വരുമ്പം പറ, ഞങ്ങൾ ഓക്കെ 23,100 സി 100 രൂപയ്ക്ക് എടുക്കുക, 110 രൂപ അല്ല 15 രൂപ, 85 രൂപ സ്റ്റോപ്പ് ലോസ്, ഓക്കെ ടാർജറ്റ് 110, 120, 130, 140, 150 എഴുതി തരും. അടിച്ചാൽ പോയി. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നോ എങ്ങനെയാണോ ഒന്നും ആരും പറഞ്ഞു തരികയില്ല. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ കുറുക്ക് വഴിയില്ല. നിരന്തരമായി പഠിക്കുക. നിരന്തരമായി നിങ്ങൾ പിന്നെ ക്യാൻഡിലുകളെ നിങ്ങൾ പിന്തുടരുക. ക്യാൻഡിലുകളുടെ സ്വഭാവങ്ങൾ പഠിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. ഞാൻ ഈ ചെയ്തു വെച്ചേക്കുന്ന ഈ 9 കാണണ്ടെന്നേ. നിങ്ങൾ അതിനകത്തൊരു ഈ സ്റ്റോക്ക് ഇത് ക്യാൻഡിലുകളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ചാർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട 6-7 വീഡിയോ ഉള്ള ആ പിന്നെ പ്രൈസ് ആക്ഷൻ സീരീസിനകത്തിൽ നിങ്ങൾ അത് പോയി ആദ്യം മുതൽ 1 പോയി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ ചാർട്ടിനകത്ത് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. ഇതിപ്പോൾ ഞാനെൻ്റെ യൂട്യൂബ് വീഡിയോ കാണാൻ വേണ്ടി പറയുകയല്ല. നിങ്ങൾക്ക് വേണം, കണ്ടവരിവിടെ ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് വർത്താത്, നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടും. ഇത്രയും നാൾ നിങ്ങൾ കാശ് കൊണ്ട് കളഞ്ഞില്ലേ? വെറുതെ കടലിൽ കായം കലക്കുന്ന പോലെ നിങ്ങൾ കൊണ്ട് കാശ് കൊണ്ട് വെറുതെ കടലിൽ കളയുമല്ലായിരുന്നു. എന്തെങ്കിലും ഒരു ഐഡിയ വന്നിട്ട് 3-4 പേര് എനിക്ക് സംസാരിച്ചു, സാറേ ഇതിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നിരന്തരമായി ചാർട്ടുകളെ പിന്തുടരുക. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ 200 EMA, 50 EMA, 100 EMA, പിവറ്റ് പോയിന്റും ഫിബിനോച്ചി ഇതൊക്കെ വേണ്ടെന്ന് പറയണ്ട. അതൊക്കെ അടുത്ത ലെവലുകളാണ്. മനസ്സിലായോ? അതൊക്കെ അടുത്ത ലെവലുകൾ ഇനി കിടക്കുക. നമ്മുടെ മുന്നേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മഹാസമുദ്രമാണ്. അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. നമുക്ക് അത് പഠിക്കാവുന്നേ, അത് സമയമുണ്ട് പഠിക്കാനൊക്കെ. പക്ഷെ ആദ്യം നിങ്ങൾ 2 കാലം നിൽക്കാൻ പഠിക്കുക. തറയിൽ നിന്നിട്ടല്ലേ അഭ്യാസം കാണിക്കണ്ടേ? തറ നിൽക്കാൻ പറ്റാതായാലോ? നമ്മൾ തറയിൽ നിന്നിട്ട് വേണം അഭ്യാസം കാണിക്കാൻ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ആദ്യം സ്വന്തം കാലിൽ നിങ്ങൾ നിൽക്കാൻ പഠിക്കുക. പതുക്കെ ഒരു കുഞ്ഞ് നടക്കുന്ന പോലെ നിങ്ങൾ നടക്കാൻ ശീലിക്കുക. ശീലിച്ചതിന് ശേഷം നമുക്ക് സൈക്കിൾ ഓട്ടാം. 2-ാം വയസ്സിലോ 3-ാം വയസ്സിൽ സൈക്കിൾ ഓട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. മിനിമം ഒരു 6-7 വയസ്സെങ്കിലും 5-6 വയസ്സെങ്കിലും ആകണ്ടേ 2 വീലുള്ള സൈക്കിൾ ഓട്ടണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ 2 വയസ്സാകുമ്പോൾ സൈക്കിൾ ഓടി നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിച്ച നടക്കുക, പതിയെ പഠിക്കുക. അങ്ങനെ പഠിച്ച് നമുക്കിതിനെല്ലാം കീഴടക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാനൊക്കെ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് നമ്മൾ ഇതങ്ങ് കടന്നു പോവുക. ഓക്കെ, അപ്പം നമുക്ക് ഇനി വീണ്ടും തിരിച്ചു വരാം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇവിടെ വരെ വന്നു. ഇനി ഇവിടെയാണ് സൈക്കോളജി. ഇനിയാണ് പ്രധാനപ്പെട്ട സംഭവം. നിങ്ങൾ ശ്രദ്ധിക്കണം. സൈക്കോളജി ഞാൻ പറയാൻ പോവാണേ. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത്, ഒരു മിനിറ്റ് ഒരു കാര്യം ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, വേറൊരു സംഭവം ഇവിടെ ഓടുന്നു, അതൊന്നും നോക്കിയതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ സൈക്കോളജി പറയാൻ പോവാം. സൈക്കോളജി നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. എല്ലാവരും എന്നെപ്പോലെ നിങ്ങളെപ്പോലെ
എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോയിൻ്റാണ് ഈ 23,000 എന്ന് പറഞ്ഞ പോയിൻ്റ്. ഈ പോയിൻ്റ് 23,000 പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, എല്ലാവരും ഇവിടെ ഒന്നുകിൽ ബൈ അല്ലെങ്കിൽ സെല്ല്, രണ്ടിലേതെങ്കിലും ഒന്ന് നടത്താൻ എല്ലാവരും തയ്യാറായിട്ടിരിക്കുന്ന ഒരു പോയിൻ്റാണ് 23,000. എല്ലാവർക്കും അറിയാം 23,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇവിടുന്ന് മേക്ക് ഓർ ബ്രേക്ക് നടക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം. മാർക്കറ്റ് ഇവിടുന്ന് മാർക്കറ്റ് വന്നു, ഇവിടുന്ന് ഇങ്ങനെ പെതുക്കെ മാർക്കറ്റ് വന്ന് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ. ഇവിടെ വന്ന് ഒരു ഭീകരമായിട്ടുള്ള ഒരു ഫോള് നിങ്ങൾ വരുന്നു എന്ന് ഇവിടെ മാർക്കറ്റ് കാണിച്ചു തന്നു ഇല്ലേ. ഞാൻ വീഴാൻ പോവാന്ന് പറഞ്ഞ് നല്ലൊരു ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇത്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എൻഗൾഫിംഗ് എന്ന് വേണേൽ പറയാം. 2 ക്യാൻഡിൽ ഒന്നിച്ച് എൻഗൾഫ് ചെയ്തു ഈ ബെയറിഷ്. അപ്പം തന്നെ എന്ത് ചെയ്തു, ഇവിടെ കൺഫേം ചെയ്തു എന്താണ്, ഇവിടെ മാർക്കറ്റ് പൊട്ടാൻ പോവാണ്. കാരണം എന്താ, 2 ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തൊരു ഒരു ബെയറിഷ് റെഡ് ക്യാൻഡിലാണ് ഈ കാണുന്നത്. ഓക്കെ, അതിനുശേഷം അടുത്ത വീണ്ടും റെഡ് ക്യാൻഡിൽ. ഇത് ഫൈനൽ ക്ലോസ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനൊരു എന്താ ഒരു ഹാമർ പോലെ വന്നത്. ഇതിൻ്റെ തുടക്കം എന്താണ്, ഇവിടം വരെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇല്ലേ, ഒരു ഇത്രയും ഒരു റെഡ് ക്യാൻഡിലാണ് വേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്, ഇത് റെഡ് ക്യാൻഡിലാണ് വേണ്ടത് ഇല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു, കൺഫേം ചെയ്തു. ഓക്കെ, ദേണ്ട കിടക്കുന്നു 23,000 പൂട്ടി തകർന്ന് ദേണ്ട താഴോട്ട് കിടക്കുന്നു. നിങ്ങളിവിടെ കൊണ്ടുവന്ന് പി എടുത്ത് കാണും. എടുത്തവരാരുടെ കാശായിരിക്കും ഇപ്പോൾ പോയേക്കുന്നത്. നിങ്ങളിവിടെ കൊണ്ട് പി എടുത്ത് കാണും. ശരിയോ തെറ്റോ? ഓക്കെ, എടുത്തവരാണെങ്കിൽ എടുത്തത് പറയുക, സത്യമായിട്ട് പറയുക. ഓക്കെ, എടുത്തു. അതിനുശേഷം മിഴുങ്ങസിയാന്ന് പറഞ്ഞ് മാർക്കറ്റ് നേരെ എന്ത് ചെയ്തു, തിരിച്ച് മേലോട്ട് പോയി ഇല്ലേ. തിരിച്ച് മേളിൽ പോയി ക്ലോസ് ചെയ്തു. ദാണ്ട കിടക്കുന്നു അടുത്ത വീണ്ടും ഒരു വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഫുൾ ബോഡി ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പം ഇവിടെ ഉള്ളവരെല്ലാം പറ്റിച്ച് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും അടിച്ച് ഈ സംഭവം ഒന്ന് കഴിഞ്ഞു. വീണ്ടും അടുത്ത നോക്കിക്ക്, അടുത്ത റെഡ് ക്യാൻഡിൽ വീണു. പിന്നെ ഗ്രീൻ വന്നു. പെതുക്കെ മാർക്കറ്റ് ഉണ്ടാവും, ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് വരികയാണ്. ഇവിടെ നേരെ വന്നു വീണ്ടും ഇവിടെ പൊട്ടുന്നു. ഇത് താഴെയാണ്. ഇത് റെഡ് ക്യാൻഡിലായിരുന്നു ആദ്യം. റെഡ് ക്യാൻഡിലാണ്. ഇവിടെ നേരെ ഇവിടെ വന്ന് താഴോട്ട് വന്നപ്പോൾ തന്നെ വീണ്ടും പൊട്ടുന്നു. ഇവിടെ എടുക്കാൻ പൊട്ട്. വീണ്ടും അത് ക്ലോസ് ചെയ്തപ്പോൾ വീണ്ടും. അതിൻ്റെ ശേഷം അവിടുന്ന് ഭയങ്കര ഒരു ഗ്രീൻ ക്യാൻഡിൽ. ദാണ്ട ബുള്ളിഷ് പൊട്ടി, ദാണ്ട മേലോട്ട് പോകുന്നു. 23,000 സപ്പോർട്ട്. മാർക്കറ്റ് ദാണ്ട നേരിട്ട് മേലോട്ട് പോകുന്നു. അടിപൊളി ബുള്ളിഷ് ക്യാൻഡിൽ വീണു. ഓക്കെ, ഉടനെ ഇവിടെ ചാടി കയറി സി എടുത്തു. ദാണ്ട കിടക്കുന്നത് അതൈവ. അടുത്ത ക്യാൻഡിൽ നേരെ താഴോട്ട്, താണ്ട ഇവിടുന്ന് പൊട്ടുന്നു എന്ന് പറഞ്ഞാൽ നേരെ വന്ന് നേരെ പൊട്ടി വലിയൊരു ക്യാൻഡിൽ താഴെ ക്ലോസിങ് തന്നു. ശരിയോ തെറ്റോ? വലിയൊരു ക്യാൻഡിൽ ഇവിടെ പൊട്ടി ക്ലോസിങ് തന്നു. അപ്പം ഇവിടെ കൺഫേം ചെയ്തു എന്തുവാണ്, താഴോട്ട് മാർക്കറ്റ് പി ആണ്. ഞാൻ ഈ സമയത്തൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾ നോക്ക്. ഞാൻ മെസ്സേജുകളായിട്ടും വോയിസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെ പല കളികളും നിങ്ങൾ കാണും. വീണു പോകരുത്. ഇത് ഡേഞ്ചർ ഏരിയയാണ്. നിങ്ങളിവിടെ ട്രേഡ് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ട്രേഡ് ചെയ്യരുത്, നോക്കിയിരിക്കുക മാത്രമേ ചെയ്യുക. ഇവിടെ ട്രേഡ് ചെയ്യരുത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതും പാഴ്വാക്കാക്കി കണക്കാക്കി നിങ്ങൾ വീണ്ടും ഇവിടെ ട്രേഡ് എടുത്ത് നിങ്ങൾ ഇവിടോട്ട് പി വരുന്ന സങ്കല്പത്തിൽ നിങ്ങൾ പി എടുത്ത് നിങ്ങളിവിടെ ലോസ് വരുത്തിയിട്ടുണ്ടായിരിക്കണം. കാരണം ഇനിയും അടുത്ത കാര്യം ഞാൻ പറയാം. ഓക്കെ, അത്രയും കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഈ സമയമായപ്പോൾ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. HDFCയിൽ റിസൾട്ട് വന്നാലും വന്നില്ലെങ്കിലും മാർക്കറ്റിൻ്റെ അവസാന സമയമാകുമ്പം HDFCക്കകത്തിൽ ഒരു ഷോർട്ട് കവറിങ് നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പോയി ഇന്നലത്തെ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കൂ. ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നാലും വന്നില്ലെങ്കിലും ഇവിടുന്ന് HDFCയിൽ ഒരു ഷോർട്ട് കവറിങ് നടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാനിത് പറഞ്ഞതിൻ്റെ ലോജിക്ക് എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ പല വഴിയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കണം. മനസ്സിലായോ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, മാർക്കറ്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും ന്യൂസുകളും എല്ലാം നമ്മൾ കൃത്യമായി അവലോകനം ചെയ്യണം. സാധാരണഗതി നോർമൽ കേസിൽ HDFC റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് സാറ്റർഡേ ആണ്. ഓക്കെ, സാധാരണഗതിയിൽ ഞാൻ വന്ന കാലം മുതൽ സാധാരണഗതിയിൽ HDFC റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സാറ്റർഡേ ആണ്.
ആ ഒരു കീഴ്വഴക്കത്തെ മാറ്റിക്കൊണ്ട് കീഴ്വഴക്കത്തെ മറിച്ച് അവർ ഇന്ന് റിസൾട്ട് ഇന്ന് ബുധനാഴ്ചയല്ലേ, ഇന്ന് വെനസ്ഡേ അവർ റിസൾട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചു. അപ്പോഴും അവർ പറയുന്നില്ല എപ്പോഴാണ്, മാർക്കറ്റ് കോഴ്സിന് ശേഷമാണോ മാർക്കറ്റ് ടൈമിലാണോ റിസൾട്ട് വരുന്നതെന്നുള്ള കാര്യം പിന്നെ അവർ ഡിക്ലെയർ ചെയ്തില്ല. നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിയുക്തിയൊക്കെ ഇല്ല, നമ്മൾ ചിന്തിക്കണം. സാധാരണഗതിയിൽ സാറ്റർഡേ ആണ് വരുന്നത്, അപ്പോൾ അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തില്ല. അപ്പം നോർമൽ ഡേയിൽ ഇവരിങ്ങനെ റിസൾട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ടിനകത്തിൽ എന്തെങ്കിലും പോസിറ്റീവ്നെസ് കാണും എന്നുള്ളത് ഞാൻ ധരിച്ചു. ഞാൻ അങ്ങനെയാണ് കരുതിയത്. കാരണം ഈ മാർക്കറ്റ് ടൈമിൽ അവരങ്ങനെ റിസൾട്ട് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ റിസൾട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാണും എന്ന് ഞാൻ 100% വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ ആ ഒരു ഡയലോഗ് പറഞ്ഞത്, ഇവിടുന്ന് ഒരു ഷോർട്ട് കവറിങ് കാണാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം. കറക്റ്റ് മാർക്കറ്റ് ടൈമിൽ അവർ റിസൾട്ട് വലിയ പോസിറ്റീവ് ഒന്നുമല്ല, എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന രീതിയിൽ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡാണ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു റിസൾട്ടാണ് വന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടുന്ന് ഷോർട്ട് കവറിങ് വന്ന് HDFC ഷോർട്ട് കവറിങ് വന്നു കഴിഞ്ഞപ്പോൾ നിഫ്റ്റി ഷോർട്ട് കവറിങ്, ബാങ്ക് നിഫ്റ്റി ഷോർട്ട് കവറിങ്, ബാങ്ക് നിഫ്റ്റി ഏകദേശം -400 പോയിൻ്റ് ആയിരുന്നു, അത് +180 വരെ പോയി. ഓക്കെ, നമ്മൾ ഇവിടെ 150 പോയിൻ്റ് എങ്ങാണ്ട് താഴെ മൈനസിൽ പോയി ഇല്ലേ. അവിടെ നിന്നാണ് നമ്മൾ 130 പോയിൻ്റ് പ്ലസ്സിൽ ക്ലോസ് ചെയ്ത്. ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒരു 1600 സി ആണെന്ന് തോന്നുന്നു, 1600 സി ആണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് എടുത്തു, HDFCയിൽ എടുത്തു 5000 രൂപ പ്രോഫിറ്റ്. നിഫ്റ്റിയിലും ഞാൻ പിന്നെ ഒരു ഫ്യൂച്ചർ അടുത്ത് ഇപ്പോൾ ഫ്യൂച്ചർ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ പോയിന്റ് ഇവിടുന്ന് എടുത്തു ഞാൻ. കാരണം എനിക്ക് ഇവിടുന്ന് മോളോട്ടൊരു ട്രേഡ് നോക്കാൻ എനിക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. കാരണം എന്താ, എനിക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഇതാ അതിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇത് തട്ടി ഇവിടെ ഒരു ക്യാൻഡിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ട്രേഡ് ഉപേക്ഷിക്കും. എനിക്കൊരു പ്രശ്നമില്ല. കാരണം എനിക്ക് എൻ്റെ ലോസ് ലിമിറ്റഡാണ് ഇവിടെ, മനസ്സിലായി. എൻ്റെ ലോസ് ഇവിടെ ലിമിറ്റഡാണ്. എനിക്ക് എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ലോസാണ്. കാരണം എനിക്കറിയാം മാർക്കറ്റ് എങ്ങോട്ട് പോകും. മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ ഇറങ്ങണം, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. കിട്ടാനാണെങ്കിൽ എനിക്ക് ഇത്രയും കിട്ടാനുണ്ട്, ഞാൻ പറയാൻ മനസ്സിലായി. അപ്പം നമ്മളിവിടെ യുക്തിയും ബുദ്ധിയും എന്നുള്ള പറഞ്ഞ യുക്തി ബുദ്ധി എന്താ ഇതിനകത്തെ സംഭവം? അതായത് ഇനി ഞാൻ പറയാം, ബുദ്ധി നമ്മളോട് പറയും, ഇത് ബുദ്ധി എന്താ, അവനും എല്ലാ കാര്യങ്ങളും വളരെ അരിച്ചു പറിക്ക് നോക്കും. മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുന്നു, അതിനുശേഷം മാർക്കറ്റ് പതുക്കെ താഴോട്ട് വരുന്നു. ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുന്നു, അതിനുശേഷം നോക്കി നല്ല 3 ബെയറിഷ് ക്യാൻഡിൽ വന്നു. അപ്പോൾ മാർക്കറ്റ് എന്തായാലും പൊട്ടും. ബുദ്ധി പറയുന്നു മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടും. ബുദ്ധി പറഞ്ഞു പൊട്ടും. ഓക്കെ, കാരണം എന്താ, സംഗതികൾ കാണുന്ന സെറ്റപ്പ് എല്ലാം എന്തുവാ, ഇവിടം വരെ കാണുന്ന സെറ്റപ്പ് എല്ലാം ബെയറിഷ് സെൻറ്റിമെൻറ്റ്സാണ്. ഇത്രയും ഫുള്ള് കാണുന്നത് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. വലിയ ക്യാൻഡിലുകൾ, വലിയ റെഡ് ക്യാൻഡിലുകളാണ് ഏറ്റവും വലുത് കൂടുതൽ. ഇവിടെ അടുപ്പിച്ച് 3 ബ്ലാക്ക് ക്രോസ് എന്നൊക്കെ പറയുന്നതിന് വേണമെങ്കിൽ 3 ക്യാൻഡിലുകൾ താഴോട്ട് വന്നു. ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്, മാർക്കറ്റ് പൊട്ടും. മാർക്കറ്റ് പൊട്ടും എന്നുള്ളതിന് 100% ഉറപ്പാണ്. ഈ ക്യാൻഡിൽ മാർക്കറ്റ് പൊട്ടും. ഓക്കെ, ബുദ്ധി പറഞ്ഞു, എല്ലാ സെറ്റപ്പ് വെച്ച് നോക്കി, ടെക്നിക്കൽ അനാലിസിസ് എല്ലാം വെച്ച് നോക്കി ബുദ്ധി പറഞ്ഞു മാർക്കറ്റ് പൊട്ടും. ഇനി ഇവിടെ യുക്തിയാണ് ഉപയോഗിക്കുന്നത്. യുക്തി എന്താ പറയുന്നത്, 23,000 ഭയങ്കര കട്ട സപ്പോർട്ടാണ്. ഇവിടെ ആൾക്കാർ ബയേഴ്സ് നല്ലപോലെ ഇവിടെ ആക്റ്റീവ് ആകാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. പിന്നെ ഇതൊക്കെ കണ്ടാലും HDFC നമുക്ക് ഒരു റിസൾട്ട് വരാനുണ്ട്. ഓക്കെ, അപ്പം ആ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇവിടുന്ന് ഒരു നല്ല റിസൾട്ടാണ്. അപ്പോൾ എൻ്റെ യുക്തി പറഞ്ഞ കാര്യമാണ് ഇത്. എന്താ, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം എൻ്റെ യുക്തി പറഞ്ഞതാണ്. എന്തുവാ, ഈ സാറ്റർഡേ ഡിക്ലെയർ ചെയ്യാതെ വീക്ക് ഡേയ്സിൽ മാർക്കറ്റിൽ HDFC ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒരു ലോജിക്ക് കാണും. ചിലപ്പോൾ ആൾക്കാരുടെ തെറി വിളിക്കാതിരിക്കാം, ഞാൻ എൻ്റെ സ്വന്തം ലോജിക്കാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ചിലപ്പം നിങ്ങൾക്കിത് അട്ടർ ഫൂളിഷ്നെസ് ആയിട്ട് തോന്നാം, പക്ഷേ ഞാൻ എൻ്റെ സെൻറ്റിമെൻറ്റ്സും എൻ്റെ ഒരു എക്സ്പീരിയൻസും ആ യുക്തിയും വെച്ചുള്ള കാര്യമാണ് ഞാനിന്ന് ട്രേഡ് ചെയ്തത്. ഓക്കെ, അത് വെച്ചാൽ ഞാനിന്ന് ഏകദേശം 30,000 രൂപയോളം പ്രോഫിറ്റ് ഉണ്ടാക്കി, 30,000 ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കി ഇന്ന്. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യം, അപ്പം എൻ്റെ യുക്തി പറഞ്ഞു, ഇതിങ്ങനെ സാറ്റർഡേ ആണ് സാധാരണ ചെയ്യുന്നവർ ഇന്ന് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഉള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഷോർട്ട് കവറിങ് വരും, അങ്ങനെയാണെന്ന് എനിക്കത് പിടിക്കാം എന്ന് യുക്തി പറഞ്ഞു. ബുദ്ധി പറഞ്ഞു നോ, ടെക്നിക്കൽ അനാലിസിസ് മുഴുവൻ ഇതാണ് സംഭവം, സാധനം താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിയെ മാറ്റി വെച്ചിട്ട് യുക്തി ഇവിടെ ഉപയോഗിച്ചു. കാരണം യുക്തി ഉപയോഗിക്കാൻ കാര്യം, എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്, വളരെ മൈനർ സ്റ്റോപ്പ് ലോസ് ആണ്. അഥവാ പൊട്ടിയാലും എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാം,
പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഓക്കെ, ഇതാണ് എൻ്റെ യുക്തി. അതുകൊണ്ട് ഞാൻ അത് ആ യുക്തിയിൽ ഉറച്ചു നിന്നു. ഇത്ര എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ സംഭവ വികാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ മുന്നിലുള്ള സിനാരിയോ നമ്മളൊന്ന് അവലോകനം ചെയ്യണം. ഓക്കെ, ഇത് ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യണം? കാരണം നമുക്കവിടെ നമ്മുടെ നഷ്ടസാധ്യത കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നഷ്ടത്തിൻ്റെ തീവ്രത എങ്ങനെ കുറയ്ക്കാം, അതിനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് റിസ്ക് എടുക്കാം. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടസാധ്യതയെ കുറയ്ക്കാൻ പറ്റുന്ന സെറ്റപ്പ് നിങ്ങൾ കണ്ട ട്രേഡിംഗ് സെറ്റപ്പിനകത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് റിസ്ക് എടുക്കാം. കാരണം നഷ്ടം വന്നാലും നിങ്ങളുടെ നഷ്ടം ലിമിറ്റഡാണ്. ഒരു പരിധിക്കപ്പുറം നിങ്ങളുടെ നഷ്ടം പോകത്തില്ല. ലാഭം കിട്ടുവാണെങ്കിലോ അനന്തമായ ലാഭം നിങ്ങൾക്ക് കിട്ടും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം ഇപ്പോൾ ഒത്തിരി പോയി കാണും. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റ് എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, അപ്പം 23,000 സപ്പോർട്ട് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഈ ബോക്സ് ഇൻവാലിഡായി. ഇനിയിപ്പോൾ ഈ ബോക്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഈ ബോക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇനി ഏതൊക്കെയാണ്? പിന്നെ ഇത് ഈ ലൈനിൻ്റെ ആവശ്യമില്ല. ഈ ലൈനിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ലൈൻ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഇതാണ് സപ്പോർട്ട്, ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇത് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇതൊന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ, ഇതാണ് ഒന്നുകൂടെ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ക്ലിയറായി. അപ്പോൾ അതിന് ശേഷം നോക്കാം. ഇവിടെ കൂടെ ഒരു ലൈൻ നമുക്ക് ഇട്ട് വെച്ചേക്കാം. ഒരു സപ്പോർട്ടിനുള്ള സാധ്യത ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ ലൈൻ നിങ്ങൾക്ക് കണ്ടാൽ തോന്നും പിന്നെ ഒരു അവലക്ഷണം കേട്ട ഇവിടെ സപ്പോർട്ട് ഒന്നും കാണുന്നില്ലെന്ന് ചോദിക്കും. പക്ഷേ ഇതിന് സപ്പോർട്ടുണ്ട്. നിങ്ങൾ അത് അവിടെ കടന്നോട്ടെ. ഓക്കെ, അതിൻ്റെ ലോജിക്കൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ സമയം ഒത്തിരി കടന്നു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് ഇതിങ്ങനെ ഇവിടെ ഈ 23,000 അങ്ങനെ തന്നെ കട്ടയായിട്ട് തന്നെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നാളെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ ലൈൻ ആക്കാം ഇത്. ഓക്കെ, ഇതിനകത്ത് 23,000 എത്രയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്? 23,155. 23,155 ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ എന്നും പറയുന്ന പോലെ തന്നെ കൂടുതലൊന്നും പറയാനില്ല. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കി നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, ഇവിടുന്ന് ഫസ്റ്റ് ടാർഗറ്റ് ഇതിവിടുന്ന് ഇങ്ങോട്ട്, സെക്കൻഡ് ടാർഗറ്റ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. എല്ലാം ബാക്കിയൊന്നും മാറ്റേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം ഇത് വേണ്ട, ഇനി പോട്ടെ, അത് പോട്ടെ. ഇതിങ്ങോട്ട് നീക്കി വെച്ചാൽ മതിയല്ലോ. ഇതാണ്ട് കിടക്കുന്നു. നാളെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാളെ പറക്കും. ഷോർട്ട് കവറിങ് നടക്കും. ഈ ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്നവരല്ല 84% FIS ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അവരൊക്കെ വിട്ടിട്ട് ഓടേണ്ടി വരും. ഓടുവോ ഇല്ലയോ എന്നുള്ള കാര്യം നാളെ അറിയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി താഴോട്ട് എന്ത് ചെയ്യും? നമ്മുടെ സാധനങ്ങളെല്ലാം താഴോട്ട് നമുക്ക് വരയ്ക്കാം. ഞാൻ ഈ പറഞ്ഞ ലോജിക്ക് വെച്ച് നിങ്ങൾ വിളിക്കട്ടെ. ഞാൻ ഈ പറയുന്ന അട്ടർ ഫൂളിഷ്നെസ്സാണ്. ചില സമയത്തുണ്ടല്ലോ നമ്മളുടെ ചില ഫൂളിഷ്നെസ്സുകളായിരിക്കും ചിലപ്പോൾ നമുക്ക് വലിയൊരു റിവാർഡ് തരുന്നത്. ആ ഫൂളിഷ്നെസ് ആണെങ്കിൽ തന്നെ അതിനെ പിന്നെ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാനുള്ള സെറ്റപ്പ് നമുക്ക് ആ ട്രേഡിങ്ങിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് മുന്നോട്ട് പോകാം. ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്ത പൈസയല്ല, നമ്മുടെ സ്വന്തം പൈസയാണ്. ആ പൈസ വെച്ച് നമ്മൾ കളിക്കുന്നു. അത് റിസ്ക് ശരിക്കും മാനേജ് ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. നാളെ അപ്പം ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ലൈവ് മാർക്കറ്റിൽ നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും നാളെ പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.